മൂന്നാർ അതിരസകരമായ കാഴ്ചയാണ്. കുരങ്ങന്മാർ ഫാമിലി മൊത്തം ലൈനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. സോ ബ്യൂട്ടിഫുൾ ഫാമിലിയാണ്. കുഞ്ഞു കുട്ടികളും എല്ലാവരും ഉണ്ട്. ഹൗസുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ ഓടി നടക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒരാളോട് വെയിറ്റ് ലിഫ്റ്റിംഗ് തുടങ്ങിയിട്ട് ചെറുതോടെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് എന്തൊക്കെയാ പൊക്കി നോക്കും. ഞങ്ങൾ ഏകദേശം ഒരു 1 year ആയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ട്രിപ്പിന് വന്നിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ്, വലിയവരും ഉൾപ്പെടെ. ഏട്ടാ നമ്മൾ എത്ര നാളായിട്ടുണ്ടാവും ഇങ്ങനെ ബ്രേക്ക് എടുത്തിട്ട്? ഇറ്റ്സ് ഓൾമോസ്റ്റ് മോർ ദാൻ 8 months. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബ്രേക്ക് എടുക്കാതെ പ്രാന്തായി എന്ന് പറയില്ലേ. ഹെവി ഷെഡ്യൂൾ ഓഫ് വർക്ക് ആൻഡ് നോ ബ്രേക്ക് മേക്സ് മാഡ്, റിയലി റിയലി മാഡ്. അപ്പോൾ കുറേ നാളുകളുടെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഒരു ഔട്ടിങ്ങിന് വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ബ്ലാങ്കറ്റ് ഹോട്ടൽ മൂന്നാറിലുള്ള വൺ ഓഫ് ദ നമ്പർ 1 പ്രോപ്പർട്ടീസാണ്. ഇറ്റ്സ് എ 5-star ഹോട്ടൽ. അതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പാലിക്കുന്ന ഹോട്ടലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മൂന്നാറിലേക്ക് വരുമ്പോൾ തന്നെ ഒരു വലിയ ബോർഡ് കാണാം, ബ്ലാങ്കറ്റ് മൂന്നാർ എന്നുള്ളത്. അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയും എല്ലാവരും ഹൈജീനിനെ പറ്റിയിട്ട് പറയുന്നതും സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പാലിച്ചുകൊണ്ടാണ് അവർ റീഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അവർ ഫ്യൂമിഗേറ്റ് ചെയ്തിട്ട് അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. ലഗേജസ് എല്ലാം ഫ്യൂമിഗേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് മൊത്തത്തിൽ നമ്മൾ തന്നെ ഫ്യൂമിഗേറ്റ് ചെയ്തിട്ടാണ് അകത്ത് കയറ്റുന്നത്. ആദ്യം തന്നെ വരുമ്പോൾ തന്നെ അവരുടെ ഒരു പൂജാകർമ്മം പോലെയാണ് ഫ്യൂമിഗേഷൻ. ഇറ്റ് വാസ് നൈസ്. കാരണം ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. യൂഷ്വലി ഹോസ്പിറ്റലിൽ ഫ്യൂമിഗേറ്റ് ചെയ്യുന്നതൊന്നും കാണുന്നതാണ്. പക്ഷെ അതിലും ഒരു റിസോർട്ടിൽ അവർ അത്രയും ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് നല്ല എക്സൈറ്റഡ് ആണ്. നമ്മൾ ട്രാവലിംഗ് കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4 to 5 hours എടുത്തു. അതിനിടയിൽ നമ്മൾ കുറച്ച് ബ്രേക്കൊക്കെ എടുത്തായിരുന്നു. നമ്മുടെ ഹൗസ് ഉണ്ടെങ്കിൽ വിശന്നു. അപ്പോൾ ഹൗസ് ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാനും അപ്പോൾ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് എല്ലാ ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് പതുക്കെ അവിടെ നിന്നിട്ട് തന്നെ കൊടുത്തു. കാരണം ഈ സമയത്ത് വേറെ വഴിയിലൊന്നും നമ്മൾ ഹോൾട്ട് ചെയ്തില്ല, നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു നൈസ് പ്ലേസിൽ ഹോൾട്ട് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ പാർസൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. വൈഫ് രാവിലെ നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് ഇപ്പം റിസോർട്ടിൻ്റെ പല ഭാഗങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലേ ഏരിയ വിത്ത് ജിം അവിടെയാണുള്ളത്. ഇവിടെ ക്യാരംസും ബില്ലിയാർഡ്സ് നമ്മുടെ ടേബിൾ ടെന്നീസ് പിന്നെ ജിം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ട്രെഡ്മില്ലൊക്കെ ആൾ മുന്നോട്ടിൻ്റെ അവിടെ നടക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. നമുക്ക് അടിപൊളി വ്യൂ കണ്ടുകൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. സോ എവ്രി വൺ ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ ട്രൈ വൺസ് യു ഹാവ് എ ചാൻസ്. ബ്ലാങ്കറ്റ് റിസോർട്ട് ആൻഡ് സ്പാ മൂന്നാർ. ഏത് ചെയറിൽ ഇരിക്കുന്നുണ്ട്? ബേബി ചെയറിൽ ലോക്ക്ഡായോ? ഓടി കളിക്കായിരുന്നു അല്ലേ?
പോകുന്ന സീൻ ഇത് കാണാനാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ദിസ് ഈസ് ദ ബെസ്റ്റ് വ്യൂ വിച്ച് യു ക്യാൻ സീ. ഒരിക്കലും കാഴ്ച കാണാനായിട്ട് പോകണ്ട എന്നുള്ളതാണ് ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത. നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാനേ തോന്നില്ല. കാരണം ഇവിടെ തന്നെ പ്രകൃതി നമ്മുടെ മുമ്പിൽ വന്ന് പല സമയത്ത് പല ഡിസ്പ്ലേസാണ് തരുന്നത്. യു ക്യാൻ സീ വാവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. റൂമിലിരുന്നു കൊണ്ട് കോട ഇറങ്ങുന്നതും ആ കോടയുടെ ആ ഡിസൈനിങ്, വാവ്, ഓരോ സെക്കൻഡിലും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കാണാൻ പറ്റും. അതിന് തൊട്ടടുത്തുള്ളത് വരെ നമുക്ക് കാണാൻ പറ്റില്ല. കോട ശരിക്കും ഇറങ്ങി. Awesome. See here you can see the waterfall. This is our balcony. എങ്ങനെയുണ്ട്? How is the location? മസ്ത് മച്ച.